നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഇന്ന് പ്രധാനമായ 3 വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ളത്. ഒന്ന്, കൊൽക്കത്ത സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2 മണിക്കൂർ ഇടവിട്ട് ക്രമസമാധാന റിപ്പോർട്ട് കൈമാറാൻ കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ആർജിക്കൽ മെഡിക്കൽ കോളേജ് ബലാത്സംഗത്തിൽ കോടതി സ്വമേധയാ കേസെടുത്തു എന്ന വാർത്ത. മറ്റൊന്ന്, ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ ചെമ്പൈ സോറൻ 6 MLA-മാരുമായി ഡൽഹിയിലേക്ക് പോയി BJP-യിൽ ചേരാനാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അതിനോടൊപ്പം തന്നെ മുൻ MLA-യും CPM-ൻ്റെ നേതാവുമൊക്കെയായ PK ശശിക്കെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. എന്തായാലും നമുക്ക് ഓരോ പത്രങ്ങളും ഈ വാർത്തകൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്, മറ്റേതെങ്കിലും വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കാം. ആദ്യം മാധ്യമമാണ്. മാധ്യമത്തിൽ കൊൽക്കത്ത ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളോട് ക്രമസമാധാന റിപ്പോർട്ട് 2 മണിക്കൂർ ഇടവിട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സേനയാണ് ഈ റിപ്പോർട്ട് 2 മണിക്കൂർ ഇടവിട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ടത്. അതിനോടൊപ്പം തന്നെ ആ വാർത്തയോടൊപ്പം തന്നെ മാധ്യമം സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി എന്ന തലക്കെട്ടോടുകൂടി കൊൽക്കത്തയിലെ ബലാത്സംഗ കേസിൽ കോടതി സ്വമേധയാ കേസെടുത്ത വാർത്തയ്ക്കും ഇടം നൽകിയിട്ടുണ്ട്. മാധ്യമം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് വേതനത്തിലും ജാതി, ഒരേ വിദ്യാഭ്യാസം ലഭിച്ച വിവിധ വിഭാഗത്തിലുള്ളവർക്ക് തുല്യവേതനം ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ്. അതായത് വിവിധ പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും നൽകുന്ന വരുമാനം വ്യത്യസ്തമാണെന്നുള്ള വാർത്തയാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സ് ആൻഡ് ജേണലായ കേരള ഇക്കോണമിയിലാണ് ഈ വിവരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചെമ്പൈ സോറൻ MLA-മാരുമായി ഡൽഹിയിലേക്ക് പോയ വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ താഴെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ മുൻ MLA PK ശശിക്കെതിരെ ഇടതുപക്ഷം നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമത്തിന്റെ ആദ്യ പേജിൽ എവിടെയും ഇടം പിടിച്ചിട്ടില്ല. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ബംഗാളിലെ ബലാത്സംഗ കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. മമതയ്ക്കെതിരെ പ്രതിഷേധം രൂക്ഷം, സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു, ഡോക്ടറുടെ മാതാപിതാക്കളും രംഗത്ത് എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ഇടതുഭാഗത്തായി ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ 6 MLA-മാരുമായി ഡൽഹിയിൽ BJP-യിൽ ചേരുവാൻ എത്തുന്നു എന്ന വാർത്തയും ജന്മഭൂമി നൽകുന്നുണ്ട്. അപമാനങ്ങൾക്കും തിരസ്കാരങ്ങൾക്കും ഒടുവിലാണ് പുതിയ തീരുമാനം എന്നുള്ള തലക്കെട്ടിലാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളെ ക്രമസമാധാന നില 2 മണിക്കൂർ ഇടവിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ജന്മഭൂമി ആദ്യ പേജിൽ താഴെ ഇടം നൽകിയിട്ടുണ്ട്. P ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ജന്മഭൂമി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഓട്ടോ സ്റ്റേറ്റ് പെർമിറ്റ് നടപ്പിലാക്കാൻ ഉറച്ച് മന്ത്രി ഗണേഷ് എന്നുള്ള വാർത്തയാണ്. അതായത് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകിയ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനം നടപ്പിലാക്കാൻ ഉറച്ച് ഗതാഗത വകുപ്പിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വേഗപരിധി 50 കിലോമീറ്റർ, മണിക്കൂറിൽ 50 കിലോമീറ്ററിലാണ് ഓട്ടോറിക്ഷകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എന്നുള്ള വാർത്തയും കേരള കൗമുദി ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് ഫണ്ട് തിരിമറി, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് PK ശശിയെ നീക്കി, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ്. PK ശശിക്കെതിരെയുള്ള വാർത്തയ്ക്കും കേരള കൗമുദി ആദ്യ പേജിൽ ഇടം നൽകുമ്പോൾ ബംഗാൾ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് കേരള കൗമുദി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട വനിതാ ഡോക്ടറുടെ വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുത്ത വാർത്തയ്ക്കും കേരള കൗമുദി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. ദീപികയിലേക്ക് വരുമ്പോൾ കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ കൊലപാതകം സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി എന്ന തലക്കെട്ടോടുകൂടി കോടതി സ്വമേധയാ കേസെടുത്ത വാർത്തയ്ക്ക് ഇടമുണ്ട്. ഒപ്പം 2 മണിക്കൂർ ഇടപെട്ട് ക്രമസമാധാന റിപ്പോർട്ട് കൈമാറാൻ സംസ്ഥാനങ്ങൾ കേന്ദ്ര നിർദ്ദേശം എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയും ചെറിയൊരു കോളത്തിൽ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ PK ശശിക്കെതിരെ നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദീപിക ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയുടെ പ്രധാന പേജിൽ നൽകിയിട്ടുള്ളത് കൊൽക്കത്ത കേസെടുത്ത് സുപ്രീം കോടതി എന്ന തലക്കെട്ടോടുകൂടി കൊൽക്കത്ത വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുത്ത വാർത്ത. അതിനോടൊപ്പം തന്നെ PK ശശിക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്നുള്ള വാർത്തയും മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിട്ടുള്ളത് വൈദ്യുതി പ്രതിസന്ധി മുന്നറിയിപ്പുമായി KSEB, മുന്നിൽ ഇരുട്ട് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. വൈദ്യുതി വാങ്ങാൻ സർക്കാരിൻ്റെ അടിയന്തര സഹായം ലഭിച്ചില്ല എങ്കിൽ അടുത്ത 3 വർഷത്തേക്ക് പവർ കട്ടും രാത്രി ലോഡ് ഷെഡിങ്ങും ഉണ്ടാകും എന്നുള്ളതാണ് വാർത്ത. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി കേസെടുത്തു എന്ന തലക്കെട്ടോടുകൂടി കൊൽക്കത്തയിലെ ബലാത്സംഗ വിഷയത്തിൽ സുപ്രീം കോടതി നേരിട്ട് കേസെടുത്ത വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ഒപ്പം ധനസഹായം പിടിച്ചുപറിച്ചു, തടഞ്ഞു സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകിയ അടിയന്തര ധനസഹായം പിടിച്ചുപറിച്ച കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടി സംസ്ഥാന സർക്കാർ തടഞ്ഞു എന്ന വാർത്തയ്ക്കാണ് വലിയ പ്രാധാന്യം ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം കേരള ടൂറിസം വീണ്ടും നമ്പർ 1 എന്ന തലക്കെട്ടോടുകൂടി കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയ്ക്കും ദേശാഭിമാനി വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ PK ശശിക്കെതിരെ ഇടതുപക്ഷം നടപടിയെടുത്ത വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയും ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഓട്ടോ പോരെ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്.
പ്രധാനപ്പെട്ട വാർത്തകളായ മറ്റു പത്രങ്ങൾ നൽകിയിട്ടുള്ള വാർത്തകളൊന്നും മാതൃഭൂമി നൽകിയിട്ടില്ല. മാതൃഭൂമി മറ്റു ചില വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിലാണ് മാതൃഭൂമി കൊൽക്കത്തയിലെ ബലാത്സംഗ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി, കൊൽക്കത്തയെ സ്തംഭിപ്പിച്ച് പ്രതിഷേധം, മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ആരാധകർ ഒരുമിച്ച് പ്രതിഷേധിച്ചു, ഏറ്റെടുത്ത രാജ്യമെന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെന്ന തലക്കെട്ടോടുകൂടി പി കെ ശശിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമി ആദ്യ പേജിൽ ഇടം നൽകുന്നു. ഇനി ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും ഉൾപേജുകളിലെ മറ്റ് പ്രധാന വിശേഷ വാർത്തകളും ഒപ്പം കായിക പേജും പരിശോധിക്കാം. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ, ഹിവാൻ നിക്ഷേപ തട്ടിപ്പിൽ KPCC സെക്രട്ടറിയുടെ കാർ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഒപ്പം ഉക്രൈൻ ഷെല്ലാക്രമണം, റഷ്യൻ സൈന്യത്തിലെ കല്ലൂർ സ്വദേശി കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം, നഗരസഭകൾക്ക് 137 കോടി കൂടി നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. മനോരമയിലേക്ക് വരുമ്പോൾ 2.5 വർഷം പൊട്ടി 3 ലക്ഷം മദ്യക്കുപ്പി എന്ന തലക്കെട്ടോടുകൂടി ബിവറേജ് കോർപ്പറേഷൻ കടകളിൽ ഇറക്കി വെച്ചപ്പോഴും കൈകാര്യം ചെയ്തപ്പോഴും താഴെ വീണ് പൊട്ടിയ മദ്യക്കുപ്പികളുടെ എണ്ണം 3 ലക്ഷം കടന്നു എന്നുള്ള വാർത്തയാണ് മലയാള മനോരമ ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഒപ്പം കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ബെവ്കോയിൽ 2.5 വർഷത്തിനിടെ കൈകാര്യത്തിനിടയിൽ പൊട്ടിയത് 3 ലക്ഷം കുപ്പികൾ, വരൂ നമുക്കൊരു കുപ്പി പൊട്ടിക്കാം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ കാർട്ടൂൺ പരമ്പര നൽകിയിട്ടുള്ളത്. മനോരമയുടെ ഉൾപേജിൽ വളരെ കൗതുകരമായ ഒരു കാർട്ടൂണോടുകൂടി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. കാഫിർ വിവാദം 25 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച് DYFI യൂത്ത് കോൺഗ്രസ് എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പാരിതോഷികം പ്രഖ്യാപിച്ച് DYFI യൂത്ത് കോൺഗ്രസും മനോഹരമായൊരു കാർട്ടൂൺ. ആ കാർട്ടൂണിൽ അറിയാതെ ഡൗൺലോഡ് ആയതാ എന്ന ഒരു ഡയലോഗോടുകൂടിയാണ് വാരഫലത്തിൽ അത്തരത്തിലൊരു വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ, പലിശക്കാരുടെ മർദ്ദനമേറ്റ് KSRTC കണ്ടക്ടർ മരിച്ച വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഒപ്പം കേന്ദ്ര സർവീസിലെ പുറത്തുനിന്നുള്ള നിയമനം പ്രതിഷേധവുമായി കോൺഗ്രസ്, SP BSP എന്നുള്ള തലക്കെട്ടോടുകൂടി കേന്ദ്ര സർക്കാർ സർവീസിലെ ഉന്നത തസ്തികകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി ആളെ നിയമിക്കുവാനുള്ള പദ്ധതിയെ രൂക്ഷമായി വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും SP BSP പാർട്ടികളും രംഗത്തെത്തിയെന്നുള്ള വാർത്ത. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ, ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ള വാർത്ത നൽകുന്നു. ഒപ്പം ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സര വിജയികൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനം നൽകുന്ന വാർത്ത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത. ഈ ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്തകൾ, റഷ്യൻ യുദ്ധമുനയിൽ മലയാളി കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം നിയമസഭാ കക്ഷിയോഗം വിളിക്കുവാൻ സിദ്ധരാമയ്യ തയ്യാറെടുക്കുന്ന വാർത്ത. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഇനിയും കണ്ടെത്താനുള്ളത് 119 പേരെ എന്നുള്ള വാർത്തയ്ക്കും ദീപിക ആദ്യ പേജിൽ ഇടം നൽകുന്നു. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഞെട്ടിക്കുന്ന ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഉൾപേജിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ഉൾപേജിൽ ശ്രീനാരായണ ഗുരു ജയന്തി നാളെയാണെന്നുള്ള വാർത്ത. ഒപ്പം വയനാട്ടിലെ വേദനയിൽ ദാസേട്ടൻ പാടി കഥനമായി കബനി കവിഞ്ഞു എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഡോക്ടറുടെ മാനഭംഗ കൊല സുപ്രീം കോടതി നേരിട്ടിറങ്ങിയെന്നുള്ള തലക്കെട്ടിൽ കേരള കൗമുദിയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പേജിലും ഇടം നൽകിയിട്ടുണ്ട്. ONVയുടെ മാധവിയായ കൊച്ചുമകൾ അമൃത എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിൽ നൽകുന്നു. തലവര എന്ന തലക്കെട്ടോടുകൂടിയുള്ള കാർട്ടൂൺ പരമ്പരയിൽ തെരഞ്ഞെടുപ്പിൽ വർഗീയതയും അശ്ലീല പ്രചരിപ്പിച്ച് UDF സഹായിച്ചത് BJPയെ എന്ന ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയിൽ ഈയൊരു ക്യാപ്സൂളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്തകൾ, ദേശീയ റാങ്കിങ്ങിൽ വീണ്ടും പിന്നാക്കം, ബ്രണ്ണനെ നന്നാക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങുന്നു എന്ന വാർത്ത. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികൾ കുരുക്കാവുന്നുള്ള വാർത്ത. കായിക പേജിലേക്ക് വരുമ്പോൾ കായിക പേജിൽ വിനീഷ് ഫോഗട്ടിന് നാട് സ്വർണ്ണ മെഡൽ നൽകി ആദരിച്ചുകൊണ്ട് വൻ സ്വീകരണം നൽകിയ വാർത്തയ്ക്ക് കായിക പേജുകളിലെല്ലാം ഇടമുണ്ട്. ഒപ്പം ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ എതിർകളിക്കാരനോട് അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു, അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു എന്നുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്കും എല്ലാ കായിക പേജിലും എല്ലാ പത്രങ്ങളും ഇടം നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.